ഹലോ എവരി വൺ. മേഴ്സ് ഓർഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ എങ്ങനെ രണ്ട് സോർട്ടഡ് സബ് അറേ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സോർട്ടഡ് സബ് അറേക്ക് മാറ്റാമെന്ന് പഠിച്ചു. ഇതിൽ ചെയ്യുന്നത് എങ്ങനെ ഒരു ഒറിജിനൽ അൺസോർട്ടഡ് അറേയെ സോർട്ടഡ് സബ് അറേക്ക് മാറ്റിയെടുക്കാം. അതാണ് നമുക്ക് ഇനിഷ്യലി കിട്ടിയത് അൺസോർട്ടഡ് അറേയാണ്. ഇതിനെ സോർട്ടഡ് സബ് അറേക്ക് മാറ്റുക എന്നുള്ളതാണ് മേഴ്സ് ഓർഡിൻ്റെ സെക്കൻഡ് പാർട്ട്. ഓക്കെ, ഇവിടെ നോക്കുക. നമുക്ക് ഒരു അറേ ഉണ്ട്. ആ അറേക്ക് എക്സ് എന്ന് പേര് കൊടുക്കാം. എക്സിന് പേര് കൊടുക്കാം. ഇൻഡെക്സ് 0, 1, 2, 3, 4, 5, 6 7 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് ഈ അറേനെ നമ്മുടെ പർപ്പസ് വെച്ച് ഈ അറേ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ആൻഡ് കോൺക്വർ അൽഗോരിതം. സോ വി ഹാവ് ടു ഡിവൈഡ് ദിസ് അറേ ഇൻടു 2 പാർട്സ്. യൂഷ്വലി ഈക്വൽ പാർട്ട് ഡിവൈഡ് ചെയ്യും. ഈക്വൽ പാർട്ട് ആവണം എന്ത് വേണം? ദിസ് ഇസ് അവർ ലോവസ്റ്റ് ഇൻഡെക്സ് ആൻഡ് ദിസ് ഇസ് അവർ ഹയസ്റ്റ് ഇൻഡെക്സ്. We have to calculate the mid value. Mid value will be low plus high by 2. That is 0 plus 6 by 2. Mid is equal to 0 plus 6 by 2. എത്ര വരിക? It will be 3. അപ്പോൾ തേർഡ് ഇൻഡെക്സ് വെച്ചിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. This is the third index. This is the third index. We are dividing from this one. Now ഇപ്പോൾ നോക്കി, ഈ അറേനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് നമുക്ക് ലെഫ്റ്റിലും ചെയ്യണം റൈറ്റിലും ചെയ്യണം. അൽഗോരിതം ഉപയോഗിക്കുന്ന റിക്കേഴ്സീവ് ആണ്. ആദ്യം ലെഫ്റ്റ് ചെയ്ത് തീർക്കും, എന്നിട്ട് റൈറ്റ് ചെയ്ത് തീർക്കും. നമ്മൾ ലെഫ്റ്റ് ചെയ്യുന്ന അതേ വർക്ക് തന്നെയാണ് റൈറ്റിലും ചെയ്യുന്നത്. ഇപ്പോൾ സോർട്ടഡ് ആയോ? സോർട്ടഡ് ആയില്ല. കാരണം നമുക്ക് ഇതിനകത്ത് കുറേ എലമെൻ്റ് ഉണ്ട്. നമ്മൾ ഡിവൈഡ് ചെയ്യും അൺടിൽ നമ്മുടെ അറയിൽ ഒരു എലമെൻറ്റ് മാത്രമുള്ള എത്തണ വരെ ഡിവൈഡ് ചെയ്യും. ഓർ ലോ ലെസ് ദാൻ ഹൈ ആയിരിക്കുന്നതോടെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ചെയ്തു. ഇനി നമ്മൾ എടുക്കുന്ന ഈ ഒരു സബ് അറേ മാത്രമേ എടുക്കുകയുള്ളൂ. വി ആർ ടേക്കിംഗ് കെയർ ഓഫ് ഓൺലി ദിസ് പാർട്ട്. ഓക്കെ, അപ്പോൾ ഹൈ ഇത് നോക്കുന്നില്ല. ഹൈ എന്നുള്ളത് നമ്മൾ ഇതാക്കി റീപ്ലേസ് ചെയ്യും. This is our high. We are taking care of only this sub array. ഓക്കെ, ഇപ്പോൾ ലോ ഇത് കിട്ടി, ഹൈ ഇത് കിട്ടി. ലോയുടെ വാല്യൂ 3 ആണ്, ലോയുടെ വാല്യൂ 0 ആണ്, ഹൈയുടെ വാല്യൂ 3 ആണ്. മിഡ് പോയിന്റ് എത്ര വരിക? 0 പ്ലസ് 3 by 2. മിഡ് വിൽ ബി 0 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2. എത്ര കിട്ടുക? 1.5 ആണ്. ബട്ട് വി ആർ ടേക്കിംഗ് കെയർ ഓഫ് ഓൺലി 1. ഇൻഡിജർ ഡിവിഷൻ എടുക്കുന്നുള്ളൂ. വി ആർ ടേക്കിംഗ് കെയർ ഓഫ് 1. Taking care of the lower value, that is we are taking care of we are taking the value 1. അപ്പോൾ ഇനി എന്ത് വേണം? ഈ അറേനെ 1 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ വി ആർ ഗോയിങ് ടു ഡിവൈഡ് ദിസ് വിത്ത് ഡിവൈഡ് ഇറ്റ് ഹിയർ. വി ആർ ഗോയിങ് ടു ഡിവൈഡ് ഇറ്റ് ഹിയർ. ഓക്കെ, അപ്പോൾ ഈ അറയിൽ 2 എലമെൻ്റ് ഉള്ളത്, 21ഉം 18ഉം. ഇൻഡെക്സ് 0ഉം 1ഉം. ഇപ്പോഴും സോർട്ടഡ് ആയിട്ടില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഹൈ ഇത് മാറ്റി നമ്മൾ പുതിയ ഹൈ ഇതാക്കും. ന്യൂ വാല്യൂ ഹൈ വിൽ ബി 1. അപ്പോൾ we calculate mid again. Mid will be 0 plus 1 by 2. 0.5 ആണ്. We are taking the 0th value, lowest value. അപ്പോൾ ഇനി ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് ഇവിടെ വെച്ചിട്ടാണ്. സോ വി ഹാവ് ഓൺലി 1 എലമെൻറ്റ്. ഒറ്റ എലമെൻറ്റേ ഉള്ളൂ. 21 ഒരു എലമെൻറ്റേ ഉള്ളൂ. ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ലോയുടെ വാല്യൂ ഹൈയുടെ വാല്യൂ സെയിം ആയി. നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന എപ്പോഴാണ്? ലോ ലെസ് ദാൻ ഹൈ ആവുന്ന വരെ ഈ റിപ്പീറ്റേഷൻ ചെയ്യുന്നുള്ളൂ. ലോ ഈക്വൽ ടു ഹൈ ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. Here we have only 1 element, so we can stop here. ഇനി ഇത് തന്നെ ഇതേ പർപ്പസ് തന്നെയാണ് റൈറ്റ് സൈഡിലും ചെയ്യുക. ഓരോ കൊച്ചു സബ് അറേനും ഇത് തന്നെ ചെയ്യുന്നത്. സോ വി ആർ ഡിവൈഡിങ് ദിസ് അറേ ഇൻടു ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ്. ഒരു എലമെൻറ്റ് ഒരു അറയിൽ ഒരു എലമെൻറ്റ് ആവുന്നത് വരെ ഇത് ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് വൺ. ദിസ് ഇസ് അവർ ഇനീഷ്യൽ അറേ. അപ്പോൾ നമ്മൾ സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുമ്പോൾ എങ്ങനെയാണ് വരിക? വിൽ ഗെറ്റ് ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് 21, 18, 65, 32, 41, 21, 32. This is our initial array X. ഡിവൈഡ് ചെയ്ത് വന്നപ്പോഴോ ഇത് ഓരോന്നും ഓരോ സബ് അറേസ് ആണ്. ഇതല്ല നമ്മുടെ ABCDEFG എന്ന് പറയുന്ന പോലെ ഓരോ സബ് അറേയാണ്. നമ്മൾ കുറച്ചു മുകളിൽ പറഞ്ഞു ഒറ്റ അറേനെ എടുത്താൽ മതി, അതിൻ്റെ ഇൻഡെക്സ് മാറ്റിയാൽ മതി. ഇത് ലോ ഈക്വൽ ഹൈ ഈക്വൽ ദിസ് ആയിരിക്കും. ലോ ഈക്വൽ ഹൈ ഈക്വൽ 1 ആയിരിക്കും. ഇവിടെ ലോ ഈക്വൽ ഹൈ ഈക്വൽ 2 ആയിരിക്കും. അങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ സബ് അറേ ഡിവൈഡ് ചെയ്തെടുത്തു. ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ഇനി മെർജിങ് ആണ്. മെർജിങ് പർപ്പസ് ആണ് നടക്കുന്നത്. വി ആർ ഗോയിങ് ടു മെർജ് ദീസ് ടു സബ് അറേസ്. ഇവിടെ ഒന്നുമില്ല, ഒറ്റ എലമെൻറ്റേ ഉള്ളൂ. ദിസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. ഇത് ഓരോന്നും ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ നമുക്ക് സോർട്ട് ചെയ്യാം. നേരത്തെ പഠിച്ച മെർജ് നൽകുന്നത് ഉപയോഗിച്ചാണ് സോർട്ട് ചെയ്യുന്നത്. 2 സബ് അറേ ഉണ്ട്. ഏറ്റവും ചെറുത് ആദ്യം എഴുതും, അതിന് ഇൻഡെക്സ് മൂവ് ചെയ്യും. രണ്ടാമത്തത് വീണ്ടും കമ്പയർ ചെയ്യും. അങ്ങനെ ചെറുത് എഴുതിയാണ് തീർന്ന വരെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 18, 21 കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് സോർട്ട് ചെയ്ത് കിട്ടും. 18, 21. വി ഗോട്ട് എ സബ് അറേ 18, 21. ഓക്കെ, ഇത് കമ്പയർ ചെയ്യുമ്പോഴോ ഇത് 32, 65.
ഇത് വെച്ചാണെങ്കിൽ 21, 41. 32 പെയറൊന്നുമില്ല, 32 ആയിട്ട് കമ്പയർ ചെയ്യേണ്ട. ഫസ്റ്റ് സ്റ്റെപ്പിൽ അതൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, നൗ അഗെയിൻ റിപ്പീറ്റ് ദിസ് പ്രോസസ്. വി ഹാവ് 4 സബ് അറേസ്. ഒന്നിത്, ഒന്നിവിടെ കിടപ്പുണ്ട്. ഇതൊരു സബ് അറേയാണ്, ഇതെല്ലാം സബ് അറേസ് ആണ്. ഓക്കെ, ഇനി വീണ്ടും ഇത് രണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇത് രണ്ടും റിപ്പീറ്റ് ചെയ്യാം. സി വാട്ട് ഹാപ്പൻ. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ ആദ്യമേ 18 എഴുതി, പിന്നെ ചെറുതേതാ 21 എഴുതി, 32 എഴുതി, 65 എഴുതി. ഇനി ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴോ 21 എഴുതി, 32 എഴുതി, 41 എഴുതി. Okay. Now we have to do this process once more. We'll get 18, 21. ഈ 21 ആണ് ആദ്യം എഴുതുന്നത്, പിന്നെ ഈ 21 വരും, പിന്നെ 32, പിന്നെ ഈ 32, 41, 61. This is our answer. We got the final sorted array. See, all elements are in sorted order. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇവിടെ 21 കിട്ടിയിട്ടുണ്ട്, ആ 21 ആണ് ഈ 21. ഇവിടെ 21 കിട്ടിയിട്ടുണ്ട്, ആ 21 ആണ് ഈ 21. ഓക്കെ, ഇവിടെ 32 ഉണ്ട്, ആ 32 ആണ് ഈ 32. ഇവിടെ 32 ഉണ്ട്, ആ 32 ആണ് ഈ 32. ഓക്കെ, ദാറ്റ് മീൻസ് ഒറിജിനലി എങ്ങനെയാണോ എലമെൻസിൻ്റെ ഓർഡർ അത് തന്നെയാണ് സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഓർഡർ. ഓർഡർ ഓഫ് എലമെൻറ്റ്സ് ഡു നോട്ട് ഇൻ്റർചേഞ്ച്. ഫസ്റ്റ് വരുന്നത് സോർട്ടഡ് അറേയിൽ ഫസ്റ്റിൻ്റെ ആയിരിക്കും. അതായത് അൺസോർട്ടഡ് അറേയിൽ ഏത് ഓർഡറിലാണോ അത് തന്നെയാണ് സോർട്ടഡ് അറേയിൽ ഉണ്ടാവുക. ഓക്കെ, ദ ഓർഡർ ഓഫ് എലമെൻറ്റ് ഇസ് സെയിം ഇൻ ദ കേസ് ഓഫ് അൺസോർട്ടഡ് അറേ ആസ് വെൽ ആസ് സോർട്ടഡ് അറേ. ഇങ്ങനത്തെ അൽഗോരിതം പറയുന്ന ഒരു പേരാണ് സ്റ്റേബിൾ സോർട്ട്. സ്റ്റേബിൾ. സോ മെർജ് സോർട്ട് ഈസ് എ സ്റ്റേബിൾ അൽഗോരിതം. ഓക്കെ, ഇനി അൽഗോരിതം എഴുതുന്നത് എങ്ങനെ നോക്കാം. മെർജ് സോർട്ട് array x or initial array, lowest index is low and highest index is high. Here x is an integer. നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് array എടുക്കുകയാണെങ്കിൽ ഇൻറ്റിൻ്റെ പകരം ഫ്ലോട്ട് ആക്കിയാൽ മതി. low, high. ഇനി എന്ത് വേണം? ഒരു മിഡിൽ വാല്യൂ ഡിക്ലെയർ ചെയ്യണം, int mid. ഓക്കെ, we have to repeat division only if low less than high. ലോയുടെ വാല്യൂ ഹൈ ആണെങ്കിൽ മാത്രം ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. എന്താണ് ചെയ്യേണ്ടത്? മിഡ് ഇസ് ഈക്വൽ ടു, going to calculate mid is equal to low plus high divided by 2. ഇനിയോ we have to recursively call the same function. We are recursively calling the same function merge sort. Merge sort with the same x, but the arguments are changed. ആദ്യം നമ്മൾ വിളിക്കുന്നത് low with mid ആയിരിക്കും. So this process will repeat while low less than high. ലോയുടെ വാല്യൂ ഹൈയേക്കാൾ ചെറുതായിരുന്ന നേരം ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവസാനം ഒരു എലമെൻ്റ് ആകുമ്പോൾ എന്ത് പറ്റും? ലോവിൻ്റെയും ഹൈയുടെയും വാല്യൂ ഒന്ന് തന്നെ വരും. സോ ദിസ് കോളിംഗ് വിൽ സ്റ്റോപ്പ്. അപ്പോൾ എന്താണ് നമുക്ക് റൈറ്റ് സൈഡ് വീണ്ടും വിളിക്കുന്നു, ലെഫ്റ്റ് സൈഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതേ പ്രോസസ്സ് റൈറ്റ് സൈഡിലും ചെയ്യണം. സോ വി ആർ കോളിംഗ് ദ മെർജ് സോർട്ട് അൽഗോരിതം വിത്ത് എക്സ്. ഇവിടെ വരുമ്പോൾ ഇൻഡെക്സ് എങ്ങനെ വരണം? ആദ്യം നമ്മൾക്ക് ലോ മുതൽ മിഡ് വരെ വിളിക്കുന്നത്. ഇനി റൈറ്റ് സൈഡ് വിളിക്കണം. റൈറ്റ് സൈഡ് വിളിക്കുമ്പോൾ മിഡ് പ്ലസ് 1 തൊട്ട് ഹൈ വരെ വേണം വിളിക്കാൻ. ദിസ് ഈസ് ദ റൈറ്റ് സൈഡ്. അപ്പോൾ രണ്ട് സ്ഥലം വിളിച്ചു കഴിയും, എല്ലാ ഇൻഡിവിജ്വൽ അറേയും മാറി കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ഒക്കെ ഇൻഡിവിജ്വൽ അല്ലേ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മേർജ് അൽഗോരിതം വിളിച്ചാൽ മതി. വി ആർ കോളിംഗ് merge, the algorithm merge which you have learned in the last class, with the same x, same low, same mid and same high.
algorithm is. Hope it is clear. Hope it is clear. ഇതാണ് അൽഗോരിതം. അതിൽ 2 പാർട്ടാണ് ഉള്ളത്. ഒന്ന് മെർജ് സോർട്ടും ഒന്ന് മെർജും. ഓക്കെ, ഡിവൈഡ് ആൻഡ് കോൺക്വർ പോളിസി നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് ഡിവൈഡ് ആൻഡ് കോൺക്വർ വരുന്നത്? ഓരോ അറേനെ സബ് അറേ ഡിവൈഡ് ചെയ്തു എന്നിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇത് സ്റ്റേബിൾ സോർട്ടാണ്. സ്റ്റേബിൾ സോർട്ടിൻ്റെ അർത്ഥം എന്താ? ദ ഓർഡർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ unsorted array will be the same in the case of sorted array. We do not interchange. Okay. This is the complete C program for merge sort. We'll start with main program. 30 element array ആണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അറേയുടെ സൈസ് 30 താഴെ ആയിരിക്കണം. അൺസോർട്ട് എലമെൻറ്റ്സ് റീഡ് ചെയ്തു. ഗിവൺ അറേ പ്രിൻറ്റ് ചെയ്തു. വിളിക്കുമ്പോൾ എങ്ങനെയാണ്? എക്സ് ഇസ് ഇനീഷ്യൽ അറേ, എക്സ് ഇസ് അവർ ഇനീഷ്യൽ അറേ. ഇൻഡെക്സ് 0 മുതൽ n-1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തിരിച്ച് എക്സിൽ തന്നെ റിസൾട്ട് കിട്ടുന്നത്, അത് ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നു. പ്രിൻറ്റ് എക്സ് ആയി. അപ്പോൾ ചെറിയൊരു ചേഞ്ച് ഉള്ളത്, എക്സും ഇൻപുട്ട് എക്സ് തന്നെ ഔട്ട്പുട്ട് എക്സ് തന്നെ. നമ്മൾ നേരത്തെ അൽഗോരിതം പഠിച്ചപ്പോൾ സെഡ് എന്നാണ് എടുത്തിരുന്നത്, സെഡിനെ വീണ്ടും എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വിളിക്കുന്നത്? മേർജ് സോർട്ടാണ് വിളിക്കുന്നത്. മേർജ് സോർട്ട് നോക്കാം. മേർജ് സോർട്ടിൻ്റെ അകത്ത് ലോ ഹൈ വന്നു, മിഡ് വാല്യൂ കണ്ടുപിടിച്ചു. ഈ ലോ ലെസ് ആൻഡ് ഹൈ ആണെങ്കിൽ മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്നു. മേർജ് സോർട്ട് ലോവർ സൈഡിൽ വിളിക്കുന്നു, മേർജ് സോർട്ട് റൈറ്റ് സൈഡിൽ വിളിക്കുന്നു. വീണ്ടും മെർജ് ചെയ്യണം. എക്സ് ലോ മിഡ് ഹൈ. സെയിം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ കാര്യം തന്നെയാണ്. ഇവിടെ വോയിഡ് മേർജ് നൽകുന്നത് വിളിക്കുന്നു. എക്സ് ലോ മിഡ് ഹൈ സി ഹിയർ. ഇവിടെ 30 എലമെൻറ്റുള്ള ഒരു സെറ്റ് വാല്യൂ, സെറ്റിനുള്ള ഒരു ടെമ്പററി അറേ എടുത്തു. കാരണം നമ്മൾ ഇനീഷ്യലി 30 എലമെൻ്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 30 കൂടുതൽ ആവശ്യമില്ല, അതുകൊണ്ട് ഇവിടെ 30 ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. വൈൽ ലൂപ്പ് ഐ ലെസ് ആൻ ഈക്വൽ മിഡ് വരെ, ജെ ലെസ് ആൻ ഈക്വൽ ഹൈ വരെ കണ്ടിന്യൂ ചെയ്യുന്നു. എക്സ് സെയിം തിങ്. ഇവിടെ ആ കൂടി ഒരു വ്യത്യാസം കണ്ടേക്കുന്നത് ഇത്രയേ ഉള്ളൂ. സെഡിലാണ് ഇവിടെ സെഡിൽ റിസൾട്ട് കിട്ടും. ആ സെഡിനെ വീണ്ടും എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഫോർ കെ ഈക്വൽ ടു ലോ, കെ ലെസ് ആർ ഈക്വൽ ടു ഹൈ, കെ പ്ലസ് പ്ലസ്, എക്സ് കെ ഈസ് ഈക്വൽ ടു സെഡ് കെ. അതായത് നമുക്ക് 2 ഇൻപുട്ട് ഔട്ട്പുട്ട് 2 മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഒറ്റ അറിയേ ഉള്ളൂ. ഇൻപുട്ട് എക്സിലാണ് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ടും എക്സിൽ തന്നെ ആയിരിക്കും കിട്ടുക. ദിസ് ഇസ് എ കംപ്ലീറ്റ് പ്രോഗ്രാം. താങ്ക് യു.